അസ്സലാമു അലൈക്കും. ഞാൻ നാസർമാനുമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ ഉസ്താദിൻ്റെ പൊന്നുമോന് ഹക്കീം ഉസ്താദ് നമ്മുടെ ചുരൽമല ദുരന്തം കഴിഞ്ഞതിന് ശേഷം 3-4 പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. മനു സാഹിബെ, നിങ്ങൾ വയനാട്ടിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചുരൽമലയിലുള്ള ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞു. സ്ഥലത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു നിങ്ങളെ വീഡിയോ കാണാൻ സാഹചര്യം ഉണ്ടായി. സ്ഥല സൗകര്യങ്ങൾ ഞാനും കുറച്ച് ചെയ്തുതരാം, അതിന് മേപ്പാടി തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുള്ള ഇന്നും അദ്ദേഹം ഈ വീടെടുക്കുമ്പോഴും ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞയച്ച 2 ഡോക്ടർമാർ 2 എഞ്ചിനീയർമാർ ഇവിടെ ഉണ്ട്. മർക്കസിൽ നിന്ന് പഠിച്ച് അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയതാണ്. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ AP അബൂബക്കർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യസ്നേഹിൻ്റെ ജീവിതം തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുത്ത് നമുക്കൊക്കെ മാതൃകയാണ്. കാരണം അബുദാബിയിലൊക്കെ ചെന്നാൽ അവിടുത്തെ ഏത് പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴും ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ നമ്മൾ മർക്കസ് പഠിച്ച് ഉസ്താദിൻ്റെ കെയർ ഓഫിൽ വന്നതെന്ന് പറയും. നമ്മളൊക്കെ ദുആ ചെയ്യണം ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ട്. കാരണം ജീവിതം ഇങ്ങനെ ഒരു മനുഷ്യസ്നേഹം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് സംശയമാണ്. കാരണം എത്രയോ കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുത്ത മനുഷ്യന് പടച്ചവനെ ആയസ് കൊടുക്കുന്ന റബ്ബെ. എന്തായാലും അദ്ദേഹം നമ്മുടെ മേപ്പാടിയിൽ പഞ്ചായത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു. ഈ ഭൂമിക്ക് പെർമിഷൻ കിട്ടും, എല്ലാ സൗകര്യവും പഞ്ചായത്ത് ചെയ്തു തരാറുണ്ട്. നിരവധി മനുഷ്യസ്നേഹികൾ വീട് നിർമ്മിക്കാനായിട്ട് നമ്മോട് സമീപിച്ച് ഇന്നും ഞങ്ങൾ 20 വീടുകൾക്ക് കുറ്റടിക്കലും എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മൻ്റെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ടായി. അതിന് മുന്നേ 15 വീടുകൾക്ക് ഞങ്ങൾ പണി തുടങ്ങാൻ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് പണി തുടങ്ങാനുള്ള തീരുമാനത്തിലെത്തി. അതും വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മളെ കൂടെ വീട് നിർമ്മിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ചൂരൽമലയിലുള്ള ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു. ഒരുപാട് ആളുകൾ ക്യാമ്പിലും ഹോസ്പിറ്റലിലൊക്കെയാണ്. ഇനി അവർ ആ ക്യാമ്പിലൊക്കെ നിന്നിട്ടുള്ള വല്ലാത്ത ഒരവസ്ഥയിലാണ്. കാരണം എല്ലാം സ്വന്തമായി ഉണ്ടായിരുന്ന വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന അവർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി. ഇത് പടച്ചവൻ നമുക്ക് കാണിച്ചെന്ന വലിയൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനും തിരുത്താനും നമുക്ക് അല്ലാഹ് തന്ന സമ്പത്ത് ദുരന്തത്തിലും രോഗത്തിലൊക്കെ കിടക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള മനസ്സും കൂടി കാണിച്ചു തരാണ്. ആരും ഇവിടെ സമ്പാദിച്ചതൊന്നും കൊണ്ടായ ചരിത്രമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വിഷമിക്കുമ്പോൾ വേദനയോടെ കഴിയുമ്പോൾ ആ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാനുള്ള മനസ്സുണ്ടെങ്കിൽ നാളെ പടച്ചവൻ്റെ മുന്നിൽ നമുക്ക് ഉത്തരം പറയാം. പടച്ചവൻ എന്നെ ഏൽപ്പിച്ച സമ്പത്ത് ഞാൻ അർഹതപ്പെട്ടവരെ വിഷമങ്ങളിൽ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹ് എന്നുള്ള മറുപടി. ഏതായാലും ഞങ്ങൾ ആ ഹക്കീം ഉസ്താദിന് എത്ര നന്ദി പറയാൻ തീരില്ല. അതേമാതിരി ഞങ്ങളെ കുറ്റൂർ അബ്ദുറഹ്മാനാജി പറഞ്ഞ ബനിയാസ് സ്പേക്കിൻ്റെ ഉടമസ്ഥരുണ്ട്. AP ഉസ്താദിൻ്റെ കൂടെയൊക്കെ ഒരുപാട് കാരുണ്യപ്രവർത്തനം നടത്തേണ്ട മനുഷ്യസിലെ അദ്ദേഹം നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് കേടുവന്നില്ലെങ്കിൽ സ്ഥലം എടുക്കുമ്പോനോ അത് നമുക്ക് വീട് വെക്കാൻ കൊടുക്കാം. നമ്മുടെ ഓരോ ചുരൽമലയിലുള്ള കുടുംബങ്ങൾക്കും അവരെ പേരിൽ സ്വന്തമായിട്ട് സ്ഥലവും വീടും എത്തിച്ചു കൊടുക്കണം. നമ്മുടെ സർക്കാരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള സന്നദ്ധ സംഘടനകളും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് നീട്ടിക്കൊണ്ടുപോകാതെ ഇവർക്കുള്ള വീട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരെ തണലൊരുക്കണം. ഇവിടെ നമ്മുടെ പുത്തുമലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്ത വീടാണ്. ഇതിലേക്ക് നമ്മളെ മർക്കസിൽ നിന്നാണ് വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അൽഹംദുലില്ലാ മർക്കസിൽ കൂടി ഒരുപാട് കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ AP ഉസ്താദ്. ഒരുപാട് മറക്കാൻ കഴിയാത്ത ജീവിതം. നാളെ പടച്ചവന് മുന്നിലേക്ക് പോകുമ്പോൾ ഉസ്താദിന് ഒരുപാട് സമ്പാദ്യമായിട്ട് പോകണം. ഒരുപാട് നല്ല മനുഷ്യരെ ജീവിക്കാൻ മാർഗം ഉണ്ടായി കൊടുത്ത് വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പോൾ അത്രയും നന്മയുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഉസ്താദ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പടച്ചവൻ അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ ഹക്കീം ഉസ്താദിൻ്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കൊക്കെ പടച്ചവൻ ആസ്വാര്യം കൊടുക്കട്ടെ. എന്ത് കാര്യത്തിലും നമ്മൾ എപ്പോഴും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സേറ്റോടെ നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. നമുക്കൊക്കെ ഒരു യാത്ര ഇരുന്നുണ്ട്. പള്ളിക്കാട്ടിൽ എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത വീടാണ്. പണക്കാരനും പാവപ്പെട്ടവനൊക്കെ ഒരേ വീടാണ്. അതിൽ സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ദുരന്തം കാണിച്ചു വരുമ്പോൾ അവിടെ ഓടിയെത്തി നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കണം. എല്ലാവരോടും നന്ദി. സ്നേഹത്തോടെ നാസർമാൻ.